ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് അരീന. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അവസാന ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. സിഡ്നിയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് 185 റൺസിന് അവസാനിച്ചിരുന്നു. മുഴുവൻ വിക്കറ്റുകളും ഇന്ത്യക്ക് നഷ്ടമായി. ഒരൽപ്പമെങ്കിലും പൊരുതിയത് ഋഷഭ് പന്താണ്. അദ്ദേഹം 98 പന്തുകളിൽ നിന്ന് 40 റൺസാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവരും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ക്യാപ്റ്റൻ ബൂംറയുടെ ഒരു അവസാനത്തെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. 17 പന്തുകളിൽ നിന്ന് 22 റൺസ് നേടി തന്നാൽ കഴിയാവുന്നത് ക്യാപ്റ്റൻ നൽകിയിട്ടുണ്ട്. 3 ഫോറുകൾ അദ്ദേഹം നേടിയിരുന്നു. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഇന്നിങ്സ് 185 റൺസിന് അവസാനിച്ചിട്ടുള്ളത്. പിന്നീട് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് 1 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. 9 റൺസാണ് ഇപ്പോൾ അവർ എടുത്തിട്ടുള്ളത്. ഉസ്മാൻ ഖവാജയുടെ വിക്കറ്റാണ് അവർക്കിപ്പോൾ നഷ്ടമായിട്ടുള്ളത്. എന്നാൽ ഈ ദിവസത്തിൻ്റെ മത്സരത്തിൻ്റെ അവസാനത്തിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അതായത് ബുംറയുടെ അവസാനത്തെ പന്തിന് തൊട്ടു മുൻപ് ഓസ്ട്രേലിയയുടെ യുവതാരമായ സാം കോൺസ്റ്റസ് ഇന്ത്യയുടെ ഈ ഒരു ക്യാപ്റ്റനെ ഒന്ന് ചൊറിയുകയായിരുന്നു. രണ്ടുപേരും ഒരു വാഗ്വാദത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അതായത് ബുംറയെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള എന്തോ ഒന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അമ്പയർ ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു രംഗം ശാന്തമാക്കിയത്. മത്സരത്തിന്റെ അവസാനത്തെ പന്തിന് തൊട്ടു മുൻപാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നോർക്കണം. പിന്നീട് ബുംറയുടെ അവസാനത്തെ പന്ത് വന്നു. ബാറ്റ് ചെയ്തിരുന്ന ഉസ്മാൻ ഖവാജയെ ഈ പന്തിൽ തന്നെ പുറത്താക്കാൻ ബുംറയ്ക്ക് സാധിക്കുകയായിരുന്നു. KL രാഹുലിന്റെ കൈകളിലാണ് അദ്ദേഹം അവസാനിച്ചത്. ഇതോടെ ബുംറ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു യുവതാരത്തിന്റെ നേരെ അങ്ങ് പാഞ്ഞെടുത്തു എന്നുള്ളതാണ്. രൂക്ഷമായ ഒരു നോട്ടം അദ്ദേഹത്തെ നോക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ബുംറ തന്നെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തി എന്നൊക്കെ പറയേണ്ടി വരും. പ്രത്യേകിച്ചൊന്നും അദ്ദേഹം ചെയ്തില്ല. പക്ഷേ ഇന്ത്യൻ താരങ്ങളുടെ ആഘോഷം അത് വളരെയധികം നാടകീയമായിരുന്നു. ഒട്ടുമിക്ക താരങ്ങളും സാം കോൺസ്റ്റസിന്റെ മുന്നിൽ പോയിക്കൊണ്ടാണ് ആഘോഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ആ ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത്. വിരാട് കോഹ്ലി, അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ, അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡി എന്നിവരൊക്കെ അത്തരത്തിലുള്ള ഒരു സെലിബ്രേഷനുകൾ നടത്തുന്നത് നമുക്ക് ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു വിക്കറ്റ് ലഭിച്ചത് ഇന്ത്യൻ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം നൽകിയ കാര്യമാണ്. ബുംറയുടെ ഒരു മധുര പ്രതികാരം തന്നെയായിരുന്നു അത്. തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ ഈ ഒരു വിക്കറ്റ് വഴി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നാളെ ആദ്യ സെഷനിൽ തന്നെ പരമാവധി വിക്കറ്റുകൾ വീഴ്ത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇന്ത്യ ഇറങ്ങുക. ക്യാപ്റ്റൻ ബൂംറ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ വജ്രായുധം. അദ്ദേഹത്തിന്റെ ബൗളിങ്ങിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.